എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. 3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ബട്ടർ കുക്കീസാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓവനിൽ വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലോ കടായിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ബട്ടർ കുക്കീസ് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസ് തന്നെയാണ് ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ അപ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെയാണല്ലോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ. അപ്പോൾ നമുക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഞാനിപ്പോൾ 150 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അതായത് കുറച്ച് സമയം പുറത്ത് വയ്ക്കുക, അതിനുശേഷം സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഈ ബട്ടർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് എടുക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ വിസ്ക് ആകുമ്പോൾ കുറച്ച് അധികം സമയം പിടിക്കുന്നുള്ളൂ. ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ നമുക്ക് പിന്നെ എളുപ്പത്തിൽ തന്നെ പരിപാടിയൊക്കെ കഴിയും. ഇനി ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ സ്പീഡിൽ തുടങ്ങാം, അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടാം. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. സോൾട്ടഡ് ആയാലും കുഴപ്പമില്ല, അൺസോൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര എന്ന് പറയുമ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/3 കപ്പാണ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കണത്. 80 ml കപ്പിലാണ് കേട്ടോ 1/3 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് വരണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ലൈറ്റായിട്ട് മാറും. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വശങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സിൽക്കി ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് മൈദയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ കേട്ടോ. ഈ 1 കപ്പ് മൈദ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ പതുക്കനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ എടുക്കണ മൈദയുടെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ അതായത് അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ പഞ്ചസാരയുടെ അളവ് ഇത്ര പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കി നമുക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ച് വയ്ക്കാം. കുഴയ്ക്കാന്ന് വെച്ചാൽ ഒരു അതായത് ഒരു ബോണ്ട് ഷേപ്പിൽ ഇതൊന്ന് ആക്കി വയ്ക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഒരുപാട് സമയം ഇങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇതുപോലെ ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ബൗൾ എടുക്കാം. നമുക്ക് എത്ര സൈസിലുള്ള കുക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കണില്ല. ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ക്രാക്സ് ഒന്നും വരാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. കയ്യിൽ വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു എന്താ പറയുക മാർക്ക് ഇതിൽ വീഴുകയും ചെയ്യും. കുക്കി കറക്റ്റായിട്ട് പ്രസ്സായിട്ട് വരികയും ചെയ്യും. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ ബട്ടർ പേപ്പറില്ലേ, ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പരത്തിയതിന് ശേഷം. ഞാനിപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഈ ഒരു രീതിയിലാകുമ്പോൾ ചെയ്യാമല്ലോ, അത് കാരണമാണ് ഇങ്ങനെ കാണിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കുക്കി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. 3 ഇൻഗ്രീഡിയൻസ് മതി. ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, കുട്ടികളെന്നല്ല എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം തന്നെയല്ലേ. അപ്പോൾ ഇതുപോലുള്ള കുക്കീസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റുകൾ വന്നിരുന്നു. ഇതിപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കുക്കീസ് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുക, അത് തന്നെയാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തത്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫോർക്കിൻ്റെ അതായത് ഇതുപോലെ ഫോർക്ക് വെച്ച് പ്രസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ പരത്തിയതിന് ശേഷം അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, ഏത് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളിതുപോലെ കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കായിട്ട് വരുമ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാം ഇതുപോലെ കുഴച്ച് അതിന് ശേഷം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 13 എണ്ണമാണ് ഈ ഒരളവ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഏത് ഷേപ്പിലാണോ അല്ലെങ്കിൽ എത്ര തിക്നെസ്സിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ നമ്പേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം പ്രീഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കുക്കീസിലെ ഇതിൻ്റെ സൈസിനനുസരിച്ചും ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചെറിയ സൈസിൽ അധികം ഒരുപാട് അങ്ങോട്ട് തിക്കാക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ മതി. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വരും. ഇപ്പോൾ ഞാനിത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയ കാരണം ഇത് ബേക്കായിട്ട് വരാൻ എന്തായാലും 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് എന്തായാലും എടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തൊടാൻ പറ്റില്ല, നല്ല ചൂടാണ്. ഞാൻ തണുത്തതിന് ശേഷം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുക്കീസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ തണുത്തതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ബേക്കായിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതായത് ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മണമില്ലേ, നമ്മൾ കേക്ക് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കുക്കീസൊക്കെ ആണെന്നുണ്ടെങ്കിലും ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ബേക്കായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. അതുപോലെ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അതായത് ഈവനായിട്ട് ബേക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ,
പിന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബട്ടർ കുക്കീസിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. നല്ല ക്രഞ്ചിയാണ്, പിന്നെ ബട്ടറിൻ്റെ നല്ലൊരു മണവും ടേസ്റ്റും എല്ലാം ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കണത് നിന്ന് വളരെ വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കുക്കീസ്. ഇതുപോലെ തന്നെ വരണുണ്ടോ. പിന്നെ ബേക്കായിട്ട് വരുമ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുക, ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ തണുത്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബട്ടർ കുക്കീസ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ നമ്മൾ കുക്കീസ് വാങ്ങിക്കണേക്കാളും എന്തുകൊണ്ടും ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ് ഇത് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിലേക്ക് സോൾട്ടഡ് ബട്ടർ ആയിരുന്നു എടുത്തിരുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിലിപ്പോൾ മധുരവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം.